ഓഫീസ് കഴിഞ്ഞ പാടെ ഞാൻ ലുലു മാളിലേക്കാട്ടോ പോയത്. സംഭവം എനിക്ക് വേറൊരു ദുർദ്ദേശമുണ്ട്, പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഞാൻ നെട്ടി. അവിടെ ലുലു മാളിൽ ഫ്ലവർ ഷോ നടക്കാട്ടോ. ഫ്രണ്ടിലേക്ക് ഫുൾ ഫ്ലവർ ആക്കി അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് നോക്കാൻ വേണ്ടി ഗൈസ് ഞാൻ ഉള്ളോട്ട് കയറിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഗൈസ്. ഫുൾ ഫ്ലവർ എന്ന് പറയുന്നത് ഒരുപാട് ചെടികൾ കേട്ടോ. കടലാസ് പൂവിന് വൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഓറഞ്ച് വിത്ത് റോസ്. ഓ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ വിചാരിച്ച സംഭവം എന്തോ പാടത്തുള്ള പുല്ലേക്കുന്നു കേട്ടോ. സംഭവം ചെടിയാണ് ഗൈസ്. പിന്നെ വെള്ളത്തിലിട്ട ഒരു തരം ചെടി. അതുപോലെ പൊതീന അവരെങ്ങനെ ഉണ്ടാക്കുന്ന രീതികൾ, അതേപോലെ തന്നെ തെർമാക്കോളിലെ ബോക്സിലൊരു ചെടി, വെറൈറ്റി ആയിട്ട് ഐറ്റംസ് ഇതാ. എന്നിട്ടും ചെടി അവിടെ ഇറക്കാണ്, അത്ര ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് 100 എത്രയോ സംതിങ്ങിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉള്ളോട്ട് കയറിയപ്പോഴാണ് ഈ ലവ് ഷേപ്പിൽ എന്താ സംഭവം നോക്കാൻ വേണ്ടി. പിന്നെ എനിക്ക് മനസ്സിലായി വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അതായിരിക്കും. കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഗൈസ് നമ്മൾ ഈ വിക്രമൻ്റെ പടത്തിലെ അവരെ പാട്ട് ഷൂട്ട് ചെയ്ത് അതേ ലെവൽ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. ചെടിയും ഫ്ലവറും ആയിട്ട് ഞാൻ നടുവ് കൂടെ അങ്ങനെ ഗൈസ് പൂക്കളേ എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അത് വെച്ച രീതി തന്നെ ഗൈസ് ഒരു വേറെ ഷേപ്പിലായിട്ടാണ് ഇങ്ങനെ ക്രോസ് ആക്കിയില്ലേ, അതുപോലെ കേട്ടോ വെച്ചത്. നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഓരോ ചെടി നല്ല വൃത്തിയിലായിട്ടാട്ടോ അവർ വെച്ചത്. നല്ല അതിൽ അവിടെ അധികം ചെടികളായിട്ടേനു, മീൻസ് പൂവൊന്നും വിരിയാത്ത ടൈപ്പിന് പുറത്ത്. ഇവിടെ നല്ല പൂവൊക്കെ ഉണ്ട്. ഇലകളിൽ തന്നെ പല വെറൈറ്റി ആട്ടോ. ഈ ചെടിപ്രേമികളൊക്കെ ശരിക്കും ഇത് ഇഷ്ടമാവും. അത്ര രസമുണ്ടായിട്ടോ. നിങ്ങൾ എല്ലാവരും ലുലുമാളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ തന്നെ വരണം. ചെടിപ്രേമികൾ എന്തായാലും ഇത് വാങ്ങിപ്പോ. ജസ്റ്റ് മരങ്ങൾ തന്നെ കണ്ടോ ഗൈസ്, അവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോന്ന് എടുക്കുന്ന അനുസരിച്ച് മരമൊക്കെ നല്ല ഭംഗിയിൽ ഒരു പോട്ടിലൊക്കെ ആക്കി വെച്ചിട്ട് അടിപൊളിയാണ്. പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴാണ് ഗൈസ് ഒരു കുഞ്ഞ് വർക്ക്ഷോപ്പ് കേട്ടോ. ഇത് നമ്മുടെ പ്ലാനറ്റോറിയൊക്കെ പോലെ ചെടികളുടെ ഒക്കെ ഒരു ഐറ്റംസ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവർ തിരുവനന്തപുരക്കാരാണ്. അപ്പോൾ അവിടെയുള്ള പ്ലാനറ്റിൻ്റെ ജസ്റ്റ് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. ഗൈസ് നല്ല ഭംഗിയുണ്ട് കണ്ടോ ഈ ഒരു ഇതിൽ. അതേപോലെ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഒരു കുപ്പിയിലൊക്കെ ഇട്ടിട്ട് ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. കണ്ടോ അതിന് ഓരോ ചെടിക്കും ഓരോ സോയിലാണ് അത് വെച്ചിരുന്ന ഷേപ്പ്. നല്ല വൃത്തിയിലാട്ടോ, നീറ്റും അടക്കം പറയില്ല, അതേപോലെ അവർ വെച്ചിരിക്കുന്നത്. വെറൈറ്റി ആയിട്ട് ചിലതൊക്കെ മണ്ണിൽ വെള്ളേ ഇല്ലാന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇതാണ് മൂപ്പരോട് ഞാൻ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ് കേട്ടോ ഗൈസ്. എൻ്റെ അമ്മറ്റ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് വാങ്ങിക്കൊണ്ടോ. അത്രയും ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. ഓരോ കുപ്പി, ഓരോ ചെടിക്ക് ഓരോരോ വെറൈറ്റി കുപ്പി. അടിപൊളി. ഈ ചെടി ഗൈസ് ആ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടാ. സംഭവത്തിന് ജസ്റ്റ് മണ്ണ് വേണമെന്നൊന്നും ഇല്ല, ഒരു പ്രത്യേകരായിട്ടുള്ള ഇപ്പോൾ മണ്ണിലേക്ക്. പിന്നെ എൻ്റെ കണ്ണ് വേറെ സ്ഥലത്ത് കേട്ടാ ഗൈസ് തിരിഞ്ഞ്. ഇതെന്താ സംഭവം, കൊൾക്കിണറാണോ എന്താ തളിച്ച് മറിയണ അഗ്നിപർവ്വതമാണോ നോക്കിയപ്പോഴാണ് ആ പുറത്തുള്ള ചെടിക്കുള്ള ഇതാണ് ഗൈസ്, വളരാനുള്ള ഒരു ഐറ്റമാണ് ആ പുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഓരോ വെറൈറ്റി കല്ലുകൾ, അത് കഴിഞ്ഞ വെള്ളത്തിൽ നിൽക്കുന്ന ചെടിയൊക്കെ ഗൈസ് അവരിങ്ങനെ കെട്ടി ഒരു വെറൈറ്റി ആയിട്ട് അത്ര നീറ്റായിട്ടാട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഗൈസ്. ഇതാണ് അതിൻ്റെ ഓവർ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് വെച്ചുന്ന രീതിയും അവർ നീറ്റ് വൃത്തി അത് അടിപൊളി, ഒന്നും പറയല്ല കേട്ടോ. എല്ലാവരും ലുലുമാളിലേക്ക് പോവുക. 12 to 16 വരെയാണ് കേട്ടോ ഇവിടെ ഈ എക്സിബിഷൻ പോലെ നടക്കുന്നത്. ഇഷ്ടമുള്ള ചെടികൾ എന്തായാലും 100ന്റെ മുകളിലേക്കാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അടിപൊളിയായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.